ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 24ാമത്തെ ദിവസമാണ് കേട്ടോ. ഇത് ശരിക്കും ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ്. ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോയി. എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും അങ്ങനെ ഗസ്റ്റ് വരലൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. അതാ ഇന്ന് വെയിറ്റ് 84.85 ആണ്. അപ്പോൾ രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് തന്നെയാണ് കൊണ്ടാക്കുന്നത്. അപ്പം ഞാനും ഒപ്പം കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, അവർ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. 10:30, 11 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ചെറുതായിട്ട് പനിയും ഒരു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നീയും പോരും, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, മക്കളെ കൊണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി ചെറുതായിട്ട് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട്. ലഞ്ചും സ്നാക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് രാവിലെ ദോശയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുജി പറഞ്ഞാൽ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ സുപ്രഭാതം ഹോട്ടലിൽ വന്നിട്ട് നല്ല മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് ശീലമായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫുള്ളായിട്ട് കഴിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള മസാല ദോശയാണ് കേട്ടോ. അവിടെ എന്തോ പുതിയ ഒരു ഗരം ഗാർലിക് മസാല ദോശ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിപ്പാടന്നെ പിന്നെ മുറ്റത്തുള്ള കുറച്ച് പണികളാണ് കേട്ടോ. സുജി ചെടിക്കൊക്കെ വെള്ളം നനച്ചു. പിന്നെ കുറച്ച് ഇൻ്റർലോക്കിൽ കുറച്ച് ചെളിയും പിന്നെ ടോട്ടോ ഇങ്ങനെ അപ്പിട്ടതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുജി അവിടെ ഇൻ്റർലോക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇവൻ്റെ ഫുഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. സുജി ഇപ്രാവശ്യം കുറച്ച് 2 ടൈപ്പ് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുജി പറഞ്ഞു, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കാൻ നിൽക്കണ്ട, അവന് മാറി അങ്ങനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബോട്ടിൽ ഫ്രീ ആയിട്ട് അടുത്ത ഫുഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആമസോണിൽ നിന്നാണ് പിന്നെ ഫുഡ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫില്ല് ചെയ്തു. ഓൾറെഡി അവൻ്റെ ഫുഡ് ബാക്കിയുള്ളത് അതിലിരിക്കണോണ്ട് തന്നെ അങ്ങനെ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത ഈ പുതിയ പാക്കറ്റ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇതും കൂടി അങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിതാ അവനുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ആദ്യം പുതുതായിട്ടൊരു ഫുഡ് കൊടുക്കുമ്പോൾ ആദ്യം അവനൊന്ന് ജസ്റ്റ് മണത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവനെ കൂട്ടിലാക്കി അടച്ചാൽ മാത്രമേ അവനെടുത്ത് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് പുറത്തെ പണികൾക്ക് ശേഷം ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. മക്കളെ പിക്ക് ചെയ്യണതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചോറും പിന്നെന്താ ഇളവൻ ഓലനല്ലേ അതിനിപ്പോൾ അതിന് പറയാം, അതും പിന്നെ കുറച്ച് തലേന്നത്തെ മുതിര ഉപ്പേരിയാണ് കേട്ടോ, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ പീസ് പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് അങ്ങോട്ട് കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മക്കളെയൊക്കെ കൂട്ടി വന്നതിന് ശേഷം അവരെ ബോക്സിങ്ങും ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ ആ ഒരു ടൈം മക്കൾ ബിസി ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ മക്കൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരാൾ എന്താ പറയുക സുന്ദരനാവാൻ വേണ്ടി പൗഡർ ഇട്ട് വന്ന കോലാണ് കേട്ടോ അത്. പിന്നെ അവനെ എനിക്ക് കുറ്റം പറയാനും തോന്നില്ല, കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഫുൾ പൗഡറിൽ മുങ്ങിയായിട്ട് ഞാൻ നടക്കുക കേട്ടോ. ഞാൻ ഈ വെള്ള തുണികളൊക്കെ ഈ ഉജാലയിൽ മുക്കില്ലേ, അപ്പോൾ അതേപോലെ ഞാൻ വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉജാല എൻ്റെ മേലിലേക്ക് ഒഴിച്ച ചരിത്രം വരെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കണ്ടപ്പോൾ പഴയ എന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഉപദേശിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ മൂത്ത മോന് ഫുള്ളൊരു ക്ലീനിങ് ഭ്രാന്ത് കുടുങ്ങിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ടുള്ളൊരു ക്ലീനിങ് ശുഷ്കാന്തിയാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിതാ വാക്വം ചെയ്യുന്നുണ്ട്. അവൻ ഫുഡ് കഴിച്ചതിൻ്റെ അങ്ങനെ കുറച്ച് ചോറ് അങ്ങനെയൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കാര്യം എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. മടക്കി വെച്ച തുണികളൊക്കെ റൂമിലെത്തിച്ചു എന്നല്ലാണ്ട് ഞാൻ ഒന്നും എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ കിടന്നിട്ട് ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ റൂമൊക്കെ വളരെയധികം അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ ബെഡ് ആകെ അലമ്പായി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. പിന്നെ എന്താ പറയുക, മടക്കി വെച്ച തുണികളൊക്കെ ഒന്ന് അതാത് സ്ഥലത്തേക്ക് അലമാരയിലേക്ക് തന്നെ എടുത്ത് വെക്കാം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എല്ലാം സെറ്റപ്പാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ മടക്കി വെച്ചത് എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് ബെഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരതും ഓരോ സെപ്പറേറ്റ് ആക്കി ആദ്യം ഒന്ന് വെക്കാൻ കേട്ടോ. പിന്നെ അലമാരയിലേക്ക് വെക്കാൻ ഓരോ സെക്ഷനായിട്ട് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിതാ എൻ്റെ അലമാരയിലേക്ക് എൻ്റെതൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. പാൻറ്റുകൾ വേറെ, എന്താ പറയുക, ടോപ്പുകൾ വേറെ, അങ്ങനെ ഓൾറെഡി വെക്കുമ്പോൾ നമുക്ക് വെക്കാനും കുറച്ചും കൂടി ഈസി ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് സുജീൻ്റെത് ഇപ്പുറത്തെ അലമാരയുണ്ടോ, അപ്പോൾ അതിലേക്കും വെച്ചിട്ട് പിന്നെ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തലവേദന ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കഫക്കെട്ട് കൂടുമ്പോൾ തലവേദന മാറി കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് വിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു സ്റ്റീമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ നേരെ വെക്കണേക്കാട്ടി നല്ലത് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും നമ്മുടെ തലയിൽ കൂടി ഇട്ട് വെച്ചാൽ കുറച്ചും കൂടി നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് മേല് കഴുകി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും സുജി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്കിതാ ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്ത് എനിക്കും ചോക്ലേറ്റ് തന്നു കേട്ടോ. അപ്പോൾ മൂത്ത ആൾ മുഖം കണ്ടോ, അവനാകെ അയ്യോ എനിക്കില്ലേ എന്നുള്ളൊരു മുഖമാണ്. അവൻ ചോദിക്കുന്നൊന്നുമില്ല, പക്ഷെ അവനാകെ ഒന്ന് സങ്കടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മുഖത്തേക്കൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സുജി അവനുള്ളതും കൂടി എടുത്ത് കൊടുന്ന് അവനെ പറ്റിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ എന്താ പറയുക, ബർത്ത്ഡേക്ക് ആണെങ്കിൽ പോലും ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും വാങ്ങൂല കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടൊന്നും അധികം സാധനങ്ങളൊന്നും വാങ്ങല്ല. മിക്കവാറും 2 എണ്ണമായിട്ടേ വാങ്ങലുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ പതുക്കെ സംസാരിച്ചൊക്കെ ഇന്ന് അകത്തേക്ക് കയറി. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം എനിക്ക് കൊണ്ടെത്തുന്ന ഡയറി മിൽക്കുന്ന ചെറിയൊരു കഷ്ണമുണ്ട്. പിന്നെ ഞാൻ കഴിച്ചത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഈവനിങ് ഒന്നും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വീഡിയോ നാളെ കാണാം. ബൈ ബൈ.